ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം കാശ്മീർ രാജ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഭരണം തിരിച്ചു പിടിക്കാൻ നാഷണൽ കോൺഫറൻസിന്റെ ശ്രമം, പലപ്പോഴും പൊതുധാരയിൽപ്പെട്ട അഭിപ്രായം പറയാതെ മാറി നിന്ന കോൺഫറൻസുമായി കൈകോർക്കാൻ കോൺഗ്രസ്. എന്താണ് കോൺഗ്രസിന്റെ ഈ ഒരു നിലപാടിൽ വ്യക്തമാകുന്നത്? കോൺഗ്രസ് വിഘടനവാദം വിട്ടൊഴിയുന്നില്ല എന്നുള്ളതിൽ ഏറ്റവും വലിയ ലക്ഷണമാണ്. കാരണം കഴിഞ്ഞ 70 വർഷമായി രാജ്യം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കാശ്മീർ പ്രശ്നത്തിലാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ട സൈനികരുടെ എണ്ണത്തിലായിക്കോട്ടെ, അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ നഷ്ടമായിക്കോട്ടെ, രാജ്യത്തിൻ്റെ സമ്പത്തായിക്കോട്ടെ, അന്താരാഷ്ട്ര പ്രതിച്ഛായലാകട്ടെ, കഴിഞ്ഞ 70 വർഷമായിട്ട് ഒരു തലവേദനയായി നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു കാശ്മീർ. ആ തലവേദനയ്ക്ക് ഒരു സ്ഥിരം പരിഹാരം നരേന്ദ്രമോദിയാണ് ഉണ്ടാക്കിയത്. 370 എന്ന് പറയുന്ന വകുപ്പ് എടുത്തു കളഞ്ഞു, പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. ആ എടുത്തു കളഞ്ഞ പദവി പുനഃസ്ഥാപിക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. അപ്പോൾ ഇദ്ദേഹം എത്രത്തോളം ഭാരത വിഭജനത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ആളുകളുടെ കണ്ണിപ്പൊടിയിടുന്ന യാത്ര, പിന്നെ ഭാരതത്തിന് അങ്ങോളം യാത്ര ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ ഇന്ത്യയെ തമ്മിൽ ഒരുമിപ്പിക്കാനുള്ള എൻ്റെ ശ്രമമാണ് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ഇന്ത്യ വിഘടിച്ചു നിൽക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഭാരത് ജോഡോ യാത്ര നടത്തിയ ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയും അതേസമയം ഈ ഫാറൂഖ് അബ്ദുള്ളയെ പോലെ വിഘടനവാദികളുമായി പരസ്യമായി കൈകോർക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായി രാഹുൽ ഗാന്ധി അളപ്പതിക്കുന്നതാണ് നമ്മൾ. ഘടകവിരുദ്ധമായ ഒരു നിലപാടല്ലേ ആരുടെ? കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നല്ലോ, ഘടകവിരുദ്ധമൊന്നും അല്ലല്ലോ. ഈ 370 റദ്ദാക്കുന്നതിനപ്പം എതിർത്ത പാർട്ടികളല്ലേ ഇവര്. ഫാറൂഖ് അബ്ദുള്ളകളെ രൂക്ഷമായിട്ട് പ്രതികരിച്ച ആളാണല്ലോ കോൺഗ്രസ്. അതെടുത്ത് കളയാൻ പാടില്ല, അത് പിന്നെ കാലഘട്ടമുള്ളതാണ്, കാശ്മീർ നശിക്കും, പാകിസ്ഥാൻ പണങ്ങും, അമേരിക്ക പിന്നെ ഭീഷണിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പിന്നെ വേലകളാണ് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും സംഭവിച്ചോ? ഇപ്പൊ വളരെ സുന്ദരമായിട്ട് കാശ്മീർ പോയില്ലേ, അവിടെ കല്ലെറിയൽ പ്രശ്നമില്ല, തീവ്രവാദ ആക്രമണങ്ങൾ പിന്നെ 80-85% കുറഞ്ഞു, ബാക്കിയുള്ളവരുടെ എത്രയും പെട്ടെന്ന് പിന്നെ ഒഴിവാക്കി അവിടെ സുന്ദര സ്വർഗമായിട്ട് മാറ്റുമെന്ന് പറയുന്നു. എന്നിട്ട് ഇതിന്റെ രസകര അവസ്ഥ, ഇന്നലെ രാഹുൽ ഗാന്ധിയും ഖാർഗെയും കൂടി ഈ ഫാറൂഖ് ചർച്ച കാശ്മീരിൽ പോയി. അവിടെ ഇപ്പൊ ഐസ്ക്രീം പബ്ബിൽ കയറിയിരുന്ന ഐസ്ക്രീം ഒക്കെ കുടിച്ച് മറ്റേ ശിക്കാരയിലൊക്കെ യാത്ര ചെയ്ത് നല്ല രസകരമായിട്ടാണ് തിരിച്ചു വന്നത്. ഇത് രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ മനസ്സിന്റെ ഐക്യമാണ്. അല്ല, മനസ്സിന്റെ ഐക്യമല്ല ഞാൻ പറയുന്നത്, അവിടുത്തെ സാഹചര്യം വഴി കൊടുത്തതാണ്. ഈ സാഹചര്യം വഴി കൊടുത്താരാ? ഈ 370 കളഞ്ഞോടെ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ കറങ്ങി നടക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും. ഈ 370 എടുത്ത് കളഞ്ഞതിന് മുമ്പ് ഒരു തവണ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ടോ? ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ പബ്ലിക് റോഡിൽ കൂടെ ഇറങ്ങി നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനു മുമ്പ് പ്രിയങ്കയായിട്ട് പോയി മഞ്ഞുവാരി കളിച്ചു. അപ്പൊ ഈ സാഹചര്യമൊക്കെ കശ്മീരിൽ കൊണ്ടുവന്നത് ഈ 370 എന്ന് പറയുന്ന ദുരന്ത വകുപ്പ് എടുത്ത് കളഞ്ഞോടുകയാണ്. അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ ആർത്തിമൂത്ത ഭണ്ഡാരങ്ങളാണ് ഇവർ. എന്തിന്റെ? അധികാരത്തിന്റെ. ഇപ്പോ പിന്നെ ഫാറൂഖ് അബ്ദുള്ളയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഫാറൂഖ് അബ്ദുള്ള ഈ കശ്മീരിനെ കുടുംബസ്വത്ത് പോലെ കൊണ്ടു നടന്നിരുന്ന ഒരാളാണ്. കാര്യം പ്രത്യേക പദവി ഉള്ളതും അവിടെ ആർക്കും ഇടപെടാൻ പറ്റൂല, എല്ലാം അവർ തീരുമാനിക്കും. ഈ പ്രത്യേക പദവിയുടെ മറവിൽ പാകിസ്ഥാന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തു. ജമ്മു കാശ്മീർ നാഷണൽ ഫ്രണ്ട് എന്നുള്ള പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹം ചെയ്തത് എന്താ? രാജ്യം ഒരുമിക്കണം എന്നുള്ള ചിന്തയൊന്നും ഇദ്ദേഹത്തിനില്ല. മതമാണ് വലുത്, മതത്തിനപ്പുറം അദ്ദേഹത്തിന് വേറെ ചിന്താഗതിയൊന്നുമില്ല. കാര്യം അപ്പുറത്ത് പാകിസ്ഥാനാണ്, അവിടെ മുസ്ലിങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ട സഹായം എന്ന് വെച്ചാൽ അവരുടെ തീവ്രവാദികളൊക്കെ ഇവിടെ കയറാനുള്ള സൗകര്യം കൊടുക്കണം, അതുവഴി ഇന്ത്യയിലൊരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കണം, ഇന്ത്യ നശിക്കണം. ഈ ചിന്ത വെച്ച് പെടുന്ന ഒരു നേതാവാണ് ഈ ഫാറൂഖ് അബ്ദുള്ള. ഒരു ഫാറൂഖ് അബ്ദുള്ളയുടെ സ്റ്റേറ്റ്മെന്റ് മുമ്പ് സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഈ 370 എടുത്തുകളയുന്ന സമയത്ത് പുള്ളി എന്ന് പറഞ്ഞത്, ലോകത്തിലെ സ്വർഗത്തിനെ നരകമാക്കുമെന്ന് പറഞ്ഞത്. അതായത് 370 എടുത്ത് കളഞ്ഞാൽ ലോകത്തിലെ സ്വർഗമായ കശ്മീർ നരകമായി മാറും അത്രേ. പക്ഷേ എപ്പോഴായിരുന്നു നരകം, എപ്പോഴാണ് സ്വർഗം എന്ന് ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ അടക്കം പാർട്ടിയോടെ ഭരിച്ചിരുന്നപ്പോഴും പിന്നെ മുഫ്തി മുഹമ്മദ് സയ്യിദ് ഭരിച്ചിരുന്ന സമയത്തും അതിനു മുമ്പും ഫാറൂഖിന്റെ അച്ഛൻ ഭരിച്ച സമയത്തും ഒക്കെ അവിടെ ഒരു നരകമായിരുന്നു.
നരകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനൊക്കെ പെടാപ്പാട്. അതെ അതെ, അതായത് ഇന്ത്യയിലെ ഒരാൾക്കും അവിടെ ആക്സസ് ഇല്ല. അവിടെ ഒരു ഭീകരാവസ്ഥ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് പിന്നെ അവിടുത്തെ പോലുള്ള ഒരു അവകാശം നമുക്കില്ല. ഒരു അവകാശമില്ല. ഒരു അവകാശമില്ലെന്ന് മാത്രമല്ല, അവിടെ ഈ പറഞ്ഞ ഒരു ഭീകരാന്തരീക്ഷം എന്തിനാണ് ഉണ്ടാക്കിയെടുത്തത്? ഇന്ത്യയുള്ള മറ്റു ഭാഗത്തുള്ള ആളുകൾ ഈ ഭാഗത്തേക്ക് വരരുത്. അവർക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എല്ലാം പോവുകയും ചെയ്യാം. നമ്മുടെ ഈ കോവളത്തൊക്കെ എത്രയോ കശ്മീരികൾ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നു. പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇവരുണ്ട്. പാടില്ലെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ കടന്നുപോലും ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പൊ അത് ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ്. കാരണം ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു ഭാഗത്തുള്ള ആളുകൾ വിനോദസഞ്ചാരത്തിന് പോലും അവിടെ ചെല്ലില്ല. അപ്പൊ അവിടെയുള്ള ഈ ലോക്കലായിട്ടുള്ള ആളുകൾ മാത്രം. പിന്നെ ഉണ്ടായിരുന്ന കശ്മീരികളെ ഇവര് പിന്നെ കൊള്ളയും കൊലയത്തെ ഒന്ന് ഓടിച്ചു. അപ്പൊ ബാക്കിയുള്ളത് കുറെ മുസ്ലിങ്ങൾ മാത്രമാണ്. പിന്നെ അവിടെയൊക്കെ ഈ ജമ്മുവിൽ കുറച്ച് ഹിന്ദുക്കളുമുണ്ട്. അപ്പോ ഈ താഴ്വരയിൽ, അതായത് കശ്മീരിന്റെ പ്രദേശത്തൊക്കെ ഭൂരിഭാഗവും ഈ പറഞ്ഞ അവിടുത്തെ ലോക്കലായിട്ടുള്ള മുസ്ലിംസും ഈ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞേറി വരുന്ന തീവ്രവാദികളായിരുന്നു. അപ്പൊ ഈ പാവപ്പെട്ട ഈ ദേശീയ ബോധമുള്ള അവിടുത്തെ മുസ്ലിങ്ങളെയാണ് ഈ തീവ്രവാദികൾ വന്ന് തോക്ക് ചൂണ്ടി പിന്നെ അതിന്റെ പേരിൽ ആളുകളെ കല്ലെറിയുകയും വിഘടനവാദം ഉണ്ടാക്കുകയും ചെയ്ത്. അങ്ങനെയാണ്. അല്ല, അത് ഗതികേടിന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്തു പോകുന്നത്. അവർക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. ഇല്ലെങ്കിൽ അവർ വെടിവെച്ചു. അപ്പൊ അവിടെ അവർക്ക് രാജ്യമല്ല വലുത്, സ്വന്തം പ്രാണമാണ് വലുത്. മാത്രം രക്ഷിക്കാൻ ആരും ഇല്ലല്ലോ. ആകെയുള്ളത് ഈ പാർട്ടിയാണ്. ഈ പാർട്ടിയാണ് അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അല്ല, ഒരു മനസമാധാനമില്ലാത്ത ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോ ഈ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഏതെങ്കിലും പ്രതിഷേധം നടത്തിയാൽ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഒരു പ്രതിഷേധവും ഇല്ല. മാത്രമല്ല, അവിടെ ഇപ്പൊ കൃഷി, അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ആപ്പിളാണ്. അത് വൻതോതിൽ പിന്നെ അതിന്റെ കയറ്റുമതി വർദ്ധിച്ചു. യുവാക്കൾക്ക് തൊഴിൽ, നമ്മുടെ മുദ്രാ യോജന അവിടെ അപ്ലൈ ചെയ്തു. എന്താണ് ഈ സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് ടൂറിസം പിന്നെ സർവകാല റെക്കോർഡിലേക്ക് ടൂറിസം. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ കേരളത്തിന്റെ എത്രയോ പാക്കേജുകൾ കാശ്മീരിൽ പോകുന്നു. എന്റെ അറിവിൽ തന്നെ 10-40 ഗ്രൂപ്പുകൾ ഇതിനിടയ്ക്ക് ഇതിന് ശേഷം സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ റവന്യൂ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നു, അവരുടെ കയ്യിൽ കാശ് വരുന്നു. മാത്രമല്ല, രാജ്യത്തിന്റെ പൊതുധാരയുമായി ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്നൊരു ഒരു ചിന്തയും അവരില് കുറച്ചുകൂടി ആ ചിന്ത അവർക്ക് നേരത്തെ ഉണ്ട്. അല്ല, അവരുടെ സാഹചര്യം. അതെ, കശ്മീരിലെ ജനങ്ങൾക്ക് ആ ചിന്ത നേരത്തെ ഉണ്ട്. അതിനെ അനുവദിക്കാത്തത് ഈ ഫാറൂഖ് അബ്ദുള്ള ടീമാണ്. ആ ഫാറൂഖ് അബ്ദുള്ള ടീമാണ് ഇപ്പോ ഈ 370 എടുത്തു കളഞ്ഞ 370 പുനഃസ്ഥാപിക്കും. കാശ്മീരിന്റെ പതാക, കാശ്മീരിന് അതെടുത്ത് കളഞ്ഞല്ലോ. കാശ്മീരിന് സ്വന്തമായിട്ട് പതാക, ഈ വക സാധനങ്ങളെല്ലാം ഞാൻ തിരിച്ചുകൊണ്ടിരുന്ന പറയണം. അതിന് ചൂട്ടുപിടിക്കുകയാണ് ഈ കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി. അപ്പൊ ഈ പാർട്ടിയെ എന്തടിസ്ഥാനത്തിൽ വിശ്വസിക്കും നമ്മുടെ നാട്ടുകാർ? വിഘടനവാദമാണല്ലോ ഇവരുടെ ലക്ഷ്യം. വിഭജിക്കുക, വിഭജിച്ച് അധികാരം കൈയാളുക. എങ്ങനെയെങ്കിലും ആളുകളെ ദ്രോഹിച്ചും പിന്നെ തമ്മിലടിപ്പിച്ചും അധികാരം പിടിച്ചെടുക്കുക, മോദിയെ തോൽപ്പിക്കുക. ഈ ഒറ്റ ലക്ഷ്യം മാത്രമേ രാഹുൽ ഗാന്ധിക്ക്. അല്ല, ഇത് കോൺഗ്രസിന്റെ പിന്നെ മാത്രം ഒരു അഭിപ്രായമാണോ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തതുപോലെ ഇതിനകത്തും ഒരു അന്താരാഷ്ട്ര പിന്നെ പിന്തുണയും ഗൂഢാലോചനയൊക്കെ ഉണ്ടായിക്കൂടാന്നില്ല. പക്ഷെ ഇതിന് രസകരമായ വേറൊരു കാര്യം അറിയുമോ? ഇപ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ കൂടെ പിന്നെ നമ്മുടെ മല്ലികാർജ്ജുന ഖാർഗെ പോയി. ഇയാൾക്ക് നാണമില്ല എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. കാരണം ഈ ഇദ്ദേഹത്തിന്റെ പിന്നെ മാനിഫെസ്റ്റോയില്, ഫാറൂഖ് അബ്ദുള്ള മാനിഫെസ്റ്റോയിലെ ഒരു പ്രധാന കാരണം സംവരണം എടുത്ത് കളയുന്നുള്ളതാണ്. ഇയാള് സംവരണത്തിന് വേണ്ടി, കാസ്റ്റൻസിന് വേണ്ടി നിൽക്കുന്ന ആളാണ് ഈ ഖാർഗെ. പുള്ളി തന്നെ ഈ പറഞ്ഞതുപോലെ അത്തരം സമുദായത്തിൽപ്പെട്ട ആളാണ്. അവിടെ SC-ക്കും ST-ക്കും മറ്റ് സമുദായങ്ങൾക്കൊന്നും സംവരണം കൊടുക്കൂല. അത് നമ്മൾ റിവോക്ക് ചെയ്യും. അതായത് മോദി കൊടുത്തത് നമ്മൾ തിരിച്ചെടുക്കും എന്നാണ് ഫാറൂഖ് അബ്ദുള്ള പറയുന്നത്. അത് കേട്ട് കൈയടിച്ച് പോയി ഐസ്ക്രീം തിന്നാൻ ഖാർഗെയും പോയി. അപ്പൊ ഇവരുടെ പറച്ചിലും പ്രവൃത്തിയൊക്കെ വളരെ ഡിഫറൻ്റാണ്. തമ്മിൽ യാതൊരു യോജിപ്പുമില്ല. അധികാരമാണ് ഇവരുടെ എല്ലാം പരമമായ ലക്ഷ്യം. അതിന് രാജ്യത്തെ ഒറ്റിക്കൊടുക്കാനോ രാജ്യത്തെ വെട്ടിമുറിക്കാനോ കീറി മുറിക്കാനോ ഒരു യാതൊരു മടിയില്ല എന്നുള്ള അമിത്ഷായുടെ ഒരു കുറച്ചേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതെ, 10 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്തും കാര്യമായ വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കും. തീർച്ചയായിട്ടും അതിന് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ വോട്ടർമാർക്ക് തന്നെ പിന്നെ ആ ചോദ്യങ്ങളെ നാളെ അഭിമുഖീകരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പൊ വോട്ടിൽ കൂടി അവർ അതിന് മറുപടിയും കൊടുക്കേണ്ടി വരും. അതേക്കുറിച്ച് കോൺഗ്രസ് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല. കാര്യം ഇന്നലെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഇന്നലെ പിന്നെ വൈകുന്നേരമാണ് അമിത്ഷാ ഇതിന്റെ ഒരു 10 ചോദ്യം ചോദിച്ചത്. പക്ഷേ ഒമർ അബ്ദുള്ള അതിനൊരു X വഴി ചെറിയ മറുപടി കൊടുത്തിരുന്നു. പക്ഷെ അത് പിന്നെ പൂർണ്ണമല്ല. ചോദ്യങ്ങൾ ചോദിച്ചല്ല രാഹുൽ ഗാന്ധിയോട്. കാര്യം നാഷണൽ കോൺഫറൻസിന് ചോദിക്കേണ്ട കാര്യമില്ല അമിത്ഷാ. കാര്യം അദ്ദേഹത്തിന് അറിയാം ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ഈ കാശ്മീരിനെ വീണ്ടും കുടുംബ സ്വത്താക്കി മാറ്റി വഴിയിലാക്കുക. അപ്പൊ അതുകൊണ്ട് അവരോട് ചോദ്യോത്തരവും അദ്ദേഹത്തിനില്ല. ചോദ്യോത്തരി
രാഹുൽ ഗാന്ധിയോടാണ്. നമ്മള് പിന്നെ കുറെ കാലം കണ്ടിട്ടുണ്ട് കാശ്മീരിൽ നിരന്തരം നടന്നിട്ട് ഈ കല്ലെറിയൽ എന്നൊരു പ്രശ്നം. നമ്മുടെ സൈനിക രംഗത്ത് ജീപ്പിന് മുമ്പ് കെട്ടിവെച്ച് കല്ലെറിഞ്ഞ സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവർക്ക് തൊഴിലില്ല, അവിടുത്തെ യുവാക്കൾക്ക് തൊഴിലില്ല. അപ്പോൾ പാകിസ്ഥാനിൽ സ്പോൺസർ ചെയ്തിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഇവർക്ക് നിശ്ചയമായ തുക കൊടുക്കും. അന്ന് പല യുവാക്കളെന്ന് പറഞ്ഞാണ് 200 രൂപയാണ് ദിവസം കൂലി കല്ലെറിയുന്നതിന്. ഫ്രീ ആയിട്ട് കല്ലും കൊടുക്കും, എല്ലാം എറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് 200 രൂപയും കൊടുക്കും. കാര്യം ഇവർക്ക് ഗ്യാസ് ഇല്ല, നമുക്ക് ആരുമില്ല, ഒന്നുമില്ല. ഇപ്പൊ അവിടെ കല്ലെറില്ലാത്തതെന്താ? അവർക്കവിടെ തൊഴിലുണ്ട്. നരേന്ദ്രമോദി അവർക്ക് തൊഴിൽ കൊടുത്തു, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു, കൃഷിക്കുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ഇതൊന്നും ഈ അബ്ദുള്ളയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. പുള്ളിക്ക് ഈ പറഞ്ഞതുപോലെ പഴയതുപോലെ ഈ അനുഭവിച്ച രാജകീയ സുഖങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു, എന്റെ കുടുംബസ്വത്ത് നഷ്ടപ്പെടുന്നു, രാജ്യത്തിന്റെ ഭാഗമായി കശ്മീർ മാറി, മറ്റുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് 10 സെന്റ് സ്ഥലം വാങ്ങിക്കുന്നു, ഇവിടെ നമ്മുടെ ഈ ലുലു പോലും അവിടെ പോയി പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇതൊന്നും അദ്ദേഹം സഹിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നാഷണൽ കോൺഫറൻസിന് നയിക്കുന്നത്. പക്ഷെ അവിടെ ഈ രാഹുൽ ഗാന്ധി ജോഡോ യാത്രയ്ക്ക് നിൽക്കുന്ന ആള്, ഇന്ത്യത്തെ ഇണക്കാൻ നിൽക്കുന്ന ആള് എന്തിനാണ് ഇന്ത്യ വിഭജിക്കാൻ കൂട്ടു നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഈ എമർഷാ ചോദിച്ച 10 ചോദ്യങ്ങൾ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഇദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞേ മതിയാവും. അത് യാതൊരു തർക്കവുമില്ല. ഇനി അങ്ങനെ മറുപടി പറഞ്ഞില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും BJP കൂടുതൽ നേട്ടങ്ങളുണ്ടാകും. കാരണം അവിടെ ഇപ്പൊ ജനങ്ങള് സ്വാതന്ത്ര്യത്തിന്റെ സുഖം അനുഭവിക്കുന്നു. ഈ 300 എടുത്ത് കളഞ്ഞോട്ട് പോകും. അവർക്ക് തൊഴിലുണ്ട്, കയ്യിൽ കാശുണ്ട്, അവർക്ക് അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം നഷ്ടപ്പെടും, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. നമ്മൾ മാത്രമല്ലാത്തൊരു പിന്നെ അവസ്ഥ ഇപ്പോൾ അവിടെ ഉണ്ട്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധപ്പെടാനും പോകാനും വരാനും ഒക്കെ ഉള്ള ഒരു അവസ്ഥ അവർക്കുണ്ട്. തീർച്ചയായും മുമ്പില്ലാതിരുന്ന ഒരു അവസ്ഥ. അതെ. മാത്രമല്ല കോടിക്കണക്കിന് രൂപ അടുത്ത വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അതിനുമുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ പൈസ എല്ലാം ഈ പറഞ്ഞ ടീമുകൾ പുട്ടടിക്കുകയായിരുന്നു. ഭൗതിക സാഹചര്യങ്ങൾ പോലും മാറി മറിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും മാറി. വലിയ മാറ്റമാണ്. നമ്മുടെ അത്ഭുതമായ അതിനുശേഷം കശ്മീരിൽ പോയി വന്നവരൊക്കെ പറയുന്ന അഭിപ്രായമാണോ, അത്ഭുതമായ മാറ്റമാണ് കശ്മീരിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാ മേഖലയിൽ. അത് നഷ്ടപ്പെടുത്താൻ അവിടെയുള്ള സാധാരണക്കാരെ ആളുകൾ ആഗ്രഹിക്കും എന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും അവരുടെ പിന്തുണ ഈ നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് BJP ഒരു ഇലക്ഷൻ തന്ത്രമായിട്ട് അവർ സ്വീകരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ജമ്മുവിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പിന്തുണ ഇക്കുറി താഴ്വരയിലും കശ്മീർ ഭാഗത്തും BJP കിട്ടാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ നമ്മുടെ ഗുലാം നബി ആസാദ്, നേരത്തെ കോൺഗ്രസ് പോയ ഗുലാം നബി വളരെ മുതിർന്ന ശരിക്കും ഏറ്റവും മുതിർന്ന നേതാക്കളൊരാണ്. അദ്ദേഹവുമായി ഏതൊക്കെ ചില ടോക്കുകളും നടത്തിയിരുന്നു. അദ്ദേഹം പക്ഷേ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത്. അല്ല, ഗുലാം നബി വളരെ വ്യക്തമായിട്ട് പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോൺഗ്രസ് താല്പര്യമില്ല, അദ്ദേഹത്തിന് കോൺഗ്രസിനെ മടങ്ങി പോകത്തില്ല. BJP ഫോൾഡിലേക്ക് വരുമോ എന്നുള്ളതായിരുന്നു തർക്കം. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം പാർട്ടി ഉണ്ടാക്കി നിൽക്കാനാണ് താല്പര്യം. പുള്ളി ഒരു പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് നല്ല വേരുകളുണ്ട് കാശ്മീരിൽ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പിന്തുണയോട് കൂടി BJP തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് എങ്കിൽ വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഡീലിമിറ്റേഷൻ നടത്തിയിരുന്നു ഈ എടുത്തതിന് ശേഷം 3 സീറ്റ് കൂടി 87 സീറ്റ് 90 സീറ്റായിട്ട്. ഈ ഡീലിമിറ്റേഷൻ വന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ ക്രമീകരണങ്ങളൊക്കെ BJP നടത്തുകയും ചെയ്തു. കാര്യം ഹിന്ദുക്കളൊക്കെ കൂടുതലുള്ള ഭാഗമൊക്കെ ഈ മണ്ഡലങ്ങളെ ആ രീതിയിലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞാൽ അതൊക്കെ മുന്നിൽ കണ്ടായിരിക്കും, ഇലക്ഷൻ മുന്നിൽ കണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പഴയതുപോലുള്ള ഈ പിടുത്തം ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് ഇപ്പൊ കാശ്മീരിലില്ല. അതാണ് കോൺഗ്രസിനെ കൂട്ടുപിടി. സാറിന് ഓർമ്മയുണ്ടല്ലോ, ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ പോലും അടുപ്പിക്കാത്ത പാർട്ടിയായിരുന്നു നാഷണൽ കോൺഫറൻസ്. കാര്യം അവിടുത്തെ വൻ ശക്തിയായിരുന്നു. ഇപ്പൊ അവർക്ക് ഇവരുടെ പിന്തുണയോട് കൂടിയെങ്കിലും ഭരണം തിരിച്ചു പിടിക്കണം. ഇതുവരെ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച സൗഭാഗ്യങ്ങളെല്ലാം ചവിട്ടി തെറിപ്പിച്ച് വീണ്ടും കാടൻ അവസ്ഥയിലേക്ക്, നരകത്തിലേക്ക്, കാശ്മീരിനെ വീണ്ടും നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ കൂട്ടർ ആഗ്രഹിക്കുന്നത്. അല്ല, മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു അസന്തുലിതാവസ്ഥയുണ്ട്, പ്രത്യേകിച്ചും കാശ്മീരിന്റെ കേസിൽ. അത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യകാലം പോലും തന്നെ നിലനിന്നൊരു സംഭവമാണ്. അത് ഇത്രയൊക്കെ ബുദ്ധിമുട്ടി അതിനെ മാറ്റിയെടുത്ത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് രാജ്യത്തോട് കൂട്ടി യോജിപ്പിച്ച് നിർത്താൻ പോകുന്ന ഒരു വേളയിലാണ് കോൺഗ്രസിന്റെ ഈ തലമുറക്കാരനായ രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം. മസലത്ത് ഇന്ത്യയോടുള്ള ഇന്ത്യയുടെ ഒത്തൊരുമയോടുള്ള ഒരു വെല്ലുവിളിയാണെന്നാണ്, അങ്ങനെയല്ലേ അത് തോന്നുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇന്ത്യയിൽ വിഘടനവാദത്തിന് വീണ്ടും വിത്തിടുക, അതിന് വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കുക, അത് വളർന്ന് പെരുകട്ടെ, അങ്ങനെ രാജ്യത്തെങ്ങും കലാപം ഉണ്ടാവട്ടെ, ആ കലാപത്തിൽ നിന്നും ഈ മോദിയെ ഓടിച്ചുവിടാം, നമുക്ക് അധികാരം കൈയടക്കാം, എന്നിട്ട് ഈ രാജ്യത്തിന്റെ കുട്ടിച്ചോറാക്കി വല്ലവന്റെ കൈ കൊടുക്കുക. ഇതാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തിന് കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങളും മറ്റു ആളുകളും ഒക്കെ. ഇതൊന്നും ആരും വ്യക്തമായിട്ട് പുറത്തിറങ്ങി. ഈ ഒരു വിഷയം എത്ര പേര് ചർച്ച ചെയ്തു? എന്തുകൊണ്ട് ഈ വിഘടനവാദത്തിനെ അംഗീകരിക്കുന്ന രാഹുൽ ഗാന്ധി നിലപാടിന് എത്ര പേര് ചോദ്യം ചെയ്തു? ദേശീയ മാധ്യമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ മാധ്യമങ്ങളായിക്കോട്ടെ, ആരും ചർച്ച ചെയ്യുന്നില്ല.
എന്താ കാര്യം? ഇയാൾ കാണിക്കുന്ന ഈ പറഞ്ഞ രാജ്യവിരുദ്ധ പരിപാടികൾക്കെല്ലാം കുടപിടിക്കാനായിട്ട് അല്ലെങ്കിൽ മറച്ചു പിടിക്കാൻ ഇവിടെ കുറെ ആളുകളുണ്ട്. ആ തിരിച്ചറിവ് കാശ്മീരിലെ ജനങ്ങൾക്കുണ്ട്. മറ്റുള്ളവർക്കില്ലെങ്കിലും കാശ്മീരിലെ ജനങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ട് അവർ അതിന് തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.